ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയും അത് ഹാർട്ട് ഷേപ്പിലാക്കുന്ന ഡിസൈനിങ്ങും കാണാം. ചോക്ലേറ്റ് സ്പഞ്ച് 3ആയി കട്ട് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ലെയർ എടുത്ത് നന്നായി ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ശേഷം ചോക്ലേറ്റ് ക്രീം യൂസ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റിൻ്റെ പീസസും കുറച്ച് കട്ടിയിലുള്ള തന്നെ ഇട്ടുകൊടുക്കുക. ചോക്ലേറ്റ് പീസസ് വലുതായിട്ട് ഇട്ടാൽ നമ്മൾ കഴിക്കുമ്പം കുറച്ച് ടേസ്റ്റ് കൂടും. ചെറുതായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടത് അത്ര മനസ്സിലാവില്ല. വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുമ്പം നമ്മൾ ഏകദേശം ചോക്ലേറ്റും ക്രീമും ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി. അഥവാ അല്പം ടൈറ്റായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രീം ആഡ് ചെയ്യുക. അഥവാ ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ചോക്ലേറ്റ് അരിഞ്ഞ് ചേർത്താൽ മതി. വിപ്പ് ചെയ്ത ക്രീമിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ക്രീമും റെഡിയാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീമിലേക്കോ ചോക്ലേറ്റ് ഗനാഷിലേക്കോ കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും, 1 സ്പൂൺ വാനില എസൻസും, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്താണ് നമ്മൾ ഈ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഷുഗർ സിറപ്പിനായിട്ട് 1 കപ്പ് വാട്ടറിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി തിളപ്പിച്ച് അത് തണുപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ 1 kg കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട അളവുകളാണ്. ഇതുപോലെ സ്പാച്ചുല യൂസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്ത് റൗണ്ട് കറക്റ്റാക്കി വെക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. ഇനി ഇത് ഹാർഡ് ഷേപ്പ് ആക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത പീസ് എടുത്ത് ബാക്ക് ഭാഗത്തേക്ക് വെച്ച് അതൊരു ഹാർഡ് ഷേപ്പാക്കി റെഡിയാക്കി എടുക്കുക. സിറപ്പ് കൊണ്ട് സ്പഞ്ച് വെറ്റ് ചെയ്യുമ്പോൾ അത് അടിയിലേക്ക് ഓവറായിട്ട് വരാതെ നോക്കണം. ഇതൊരു 10 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പുറമേയുള്ള കോട്ടിങ് കൊടുക്കുക. ക്രീമിൻ്റെ ഗനാഷ് ഒഴിക്കുമ്പോൾ ഓവർ ചൂടുള്ളതോ ഓവർ തണുത്തതോ ആവരുത്. ഒരു മീഡിയം ലെവലിലുള്ള ചൂടുള്ളതായിരിക്കണം ഒഴിക്കേണ്ടത്. അതുപോലെ കേക്ക് അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും വേണം. എന്നാൽ മാത്രമേ ഗനാഷ് നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ. കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാവുന്നതാണ്. ഗനാഷ് ഒഴിച്ചതിന് ശേഷം സ്പാച്ചുല യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടിയത്തെ ക്രീം ഇളകി പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം സ്ക്രാപ്പർ യൂസ് ചെയ്തുകൊണ്ട് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റോസറ്റ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഇതേപോലെയുള്ള നോസിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു നൈലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റോസ് ഫ്ലവർ വരച്ചെടുക്കുക. ശേഷം ഇതിനായിട്ടുള്ളൊരു കത്രികയാണിത്, സിസേഴ്സ്. ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫ്ലവർ നമുക്ക് കേക്കിലേക്ക് വെക്കാവുന്നതാണ്. ശേഷം ഈ ഒരു ക്രീം കൊണ്ട് തന്നെ ഇതുപോലെ ബോർഡറും വരച്ചെടുത്ത് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഷുഗർ ബോൾസ് യൂസ് ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് നെയിമൊക്കെ എഴുതിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ക്രീം നിറച്ച് നമുക്കിതുപോലെ പേരെഴുതാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്